സതീർത്യോ 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 ഞാൻ സതീർത്ഥനെ കാണാൻ വന്നതാ മഹാരാജാവേ. മഹാരാജാവോ? പിന്നെ പഠന ഞാനോ? പിന്നെ എന്തിനാ അകത്ത് കയറിയത്? മുമ്പോട്ട് വെക്കരുത്, പോലീസ് പിടിക്കും. ഈ ഡോറ് നിന്റെ അപ്പനെ അടയ്ക്കറ. സതീർത്യ സതീർത്യ അമ്മ അപ്പഴേ പറഞ്ഞത് അച്ഛന്റെ ട്രൗസർ ഇടണ്ടെന്ന്. എന്താ? ഞാനാ വണ്ടിയുടെ ഡോർ അടച്ചില്ല, ശബ്ദം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ഞാനും അടച്ചില്ല, ശബ്ദം ഉണ്ടാക്കിയുള്ളൂ. ആ വണ്ടി എവിടെയെങ്കിലും പോയി ഇരിക്കണ്ട. അയ്യോ, അവനാ ഡോർ തല്ലി പൊളിക്കും. ആരടാ ഞാൻ? നിന്റെ അമ്മോട് ചോദിക്കി. അയ്യ, ആരടാ താൻ? ഇതൊന്ന് പിടിച്ചേ. എന്തിനാ? ഇറങ്ങിപ്പോയ ട്രൗസർ കേറ്റിടാനാ. കേട്ടിട്ടു. ധനുമാസത്തിൽ ആദ്യത്തെ ബുധനാഴ്ച. ഇന്നാണ് കുചേല ദിനം. കുചേല ദിനോ? അതെ, ദരിദ്രനായ കുചേലൻ സമ്പത്തനായി തന്റെ സതീർത്യ ഭഗവാൻ കൃഷ്ണനെ കാണാൻ ചെന്ന ദിവസം. എവിടെയല്ലേ സതീർത്ഥ്യൻ? എന്താ തന്റെ തലയില്? അവല്. തലയ്ക്കകത്തല്ല, ചാക്കിൽ എന്താണെന്ന് ചോദിച്ചത്. ചാക്കിലോ? ചാക്കിലൊരു കാക്കില അവല. പണ്ട് കുചേല കച്ചട്ടി വെച്ചു കൊണ്ടുകൊടുത്ത വിയർപ്പ് പിടിച്ച അവലല്ലത്. പാലക്കാടിന്റെ പരന്നു കിടക്കുന്ന പച്ച പിടിച്ച പർവ്വതങ്ങളുടെ പ്രദേശത്തിൽ നിന്നും പകല് മുഴുവൻ പണി കേട്ട് പട്ടണ കച്ചി കല്ലും മടിച്ച് ഈ അവല് വെള്ളത്തിലാക്കല്ല വെള്ളായിട്ടോ, ഈ അവല് വെള്ളത്തിലാക്കല്ല വെള്ളായിട്ട്. അല്ല, ഇതാര്? എന്റെ കൃഷ്ണന്റെ രുക്മണി ദേവിയോ? എന്നാൽ ഇവനിതിനങ്ങനെ ചാലാക്കി. ഹമാരി ബേട്ടിക്ക് കൈസാക്കി കമർദല സുനിത ബിഫ്രി കലസിത ബിഫ്രിറ്റിയാ. എന്താ പറഞ്ഞത്? താനെന്തായി പിച്ചും പേയും പറയണേ? ആരായാള്? പിടിച്ച് പുറത്താക്കടോ. ഒരു ന്യൂസൻസ് കയറി വന്നോളും. അതിന് പറ്റിയ 2 ബഫൺ സെർവൻസും. എന്നെ ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ ബംഗ്ലാവിലെ കോടീശ്വര സിദ്ധാർത്ഥൻ എന്റെ ഏക സതീർത്ഥ്യനാ. എന്റെ വലിയ മുത്തപ്പ, പിടിച്ചാലും വലുതാണ് അളയല്. ഒരു സതീർത്ഥ്യനെ കൊണ്ട് തന്നെ ഈ അവസ്ഥയിലെ കണ്ടില്ലേ? വൈറ്റ് കോളറുകാരൻ കാക്കി ഉടുപ്പിട്ട് കാക്കയെ നോക്കി ഇരിപ്പാ. അതൊക്കെ താനെന്തിനാ ഇയാളോട് പറയണത്? നാട്ടിൽ നിന്ന് അവലും കൊണ്ട് വന്നല്ലേ. നമുക്ക് സതീർത്ഥ്യനെ കാണിച്ചു കൊടുക്കല്ലേ? അങ്ങോട്ടോ ഇവിടെ. അതെ, ഒന്ന് തിരിഞ്ഞു നിന്നേ. എന്തിനാ? അതാണ് ഇവിടുത്തെ ആദിത്യ മര്യാദ. ഓഹോ, ഇതാണോ കുടകിൽ ആദിത്യ മര്യാദലു? കൊള്ളാലോ. ഒന്ന് കുനിഞ്ഞു നിന്നോളൂ. മതിയോ? അങ്ങനെയല്ല, ശരിക്കും കുനിഞ്ഞോളൂ. ഭൂമിയെ തൊട്ട് വണങ്ങിക്കോളൂ. മതിയോ? ഓ, ധാരാളം. സ്പീഡ് അല്പം കുറഞ്ഞോന്നൊരു സംശയം. അകത്തേക്ക് വന്നോളൂ. ഏതോ ഇംഗ്ലീഷ് അറിയാൻ പാടാത്ത തിണ്ടിയാൻ തോന്നുന്നു. അയ്യോ, അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ഞാൻ അകത്തോട്ട് കയറി വന്നോട്ടെന്നാ. ഓഹോ, അപ്പൊ ഞാനിത് പുറത്തു പോയി നിന്നിട്ട് പറയണല്ലേ? എടാ, ഇതൊക്കെ മര്യാദക്ക് എന്നെ പഠിപ്പിച്ചെന്നൂടെ? ഞാൻ എത്ര കഷ്ടപ്പെട്ട കാശ് കൊടുത്ത് നിങ്ങളെ പഠിപ്പിക്കണേ? മനുഷ്യനെ നാറ്റിക്കാനൊക്കെ. ഇന്നത്തെ കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല. അയ്യോ, എന്റെ ഈശ്വര രാമാനുജൻ, ഇവനോട് ഇവിടെ വന്ന് ഞാൻ എന്ത് ചെയ്യാൻ? നിന്ന് ഇല്ലാട്ടായെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാ? ആൾമാറാട്ടെങ്കിൽ ആൾമാറാട്ടം. അയ്യേ, അങ്കിൾ എന്തായി കാണിക്കണേ? എങ്ങനെ ചുമച്ചിരുന്നത് ആരോ കൊതി വെച്ചു. ആരാ ഈ സിദ്ധാർത്ഥൻ? എവിടെ സിദ്ധാർത്ഥനോ? അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ കുഞ്ഞെ. അപ്പൂപ്പനേതാ? ഞാൻ ക്രിസ്മസ് അപ്പൂപ്പനാ. വിഷുവിന് ക്രിസ്മസ് അപ്പൂപ്പനോ? വിശ്വാസം അല്ലെങ്കിൽ നിന്റെ അപ്പൂപ്പൻ. ഇറങ്ങി പോടാ പാട്ടി. എന്റെ മുമ്പിൽ എന്തിനാണ് ഈ വേഷം കെട്ട്? നീ കൊടകലെ കുബാരനാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ കുടിലെ പിച്ചക്കാരനാ. നിന്റെ കൊട്ടാരെവിടെ? പിന്നെ നീ ഇവിടെ? അതെന്റെ ഔട്ട് ഹൗസാ. ഞാൻ മാസത്തിലൊരിക്കലും അവിടെ പോകും. കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. നല്ല സ്നേഹമുള്ള ആൾക്കാരാ അവിടെ. അതുകൊണ്ട് ഞാൻ നടന്നല്ല വന്നേ, പറന്നിങ്ങോട്ട് വന്നേ. ഇപ്പൊ നിന്നെ ആരാ അങ്ങോട്ട് കെട്ടിയെടുത്തേ? ഇവിടെയുള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. നിനക്ക് നാട്ടിൽ നിന്നാ പോരെ? നാട്ടിലിപ്പോ പഴയതുപോലെ ഒന്നല്ല, ഇഷ്ടം പോലെ പണിയാ. പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ കുടലിലേക്ക് കെട്ടിയെടുത്തേ. അങ്ങനെയാണെങ്കിൽ നിന്നെ വീട്ടിൽ കെട്ടുന്ന പ്രശ്നമേ ഇല്ല. ഓ, രക്ഷപ്പെട്ടു. പ്രശ്നമൊന്നുമില്ലല്ലേ? ഇറങ്ങി പോടാ. എടാ സതീർത്യ, ഈ സെക്രട്ടറി സാധനങ്ങൾ വെക്കുന്ന കൂട്ടത്തിൽ എന്റെ ഒരു പേര് എഴുതി വെക്കടാ. എനിക്ക് 4 നേരത്തെ നന്നാ മതി. പിന്നെ മാസം ഒരു 1500 രൂപയും. നിനക്കേ ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തരില്ല. എടാ, ഈ അനാഥ പിള്ളേരെ കൂട്ടത്തിൽ എന്നും കൂട്ടി കൂടെ. അനാഥ പിള്ളേരോ? നീ അവരെന്താ വിളിച്ചേ? കാണിച്ചു തരാടാ. നീ തല്ലാനാണോ? എവിടെ? ഇതൊരു നടക്ക് പോണ ലക്ഷണം ഇല്ല.
ഞാൻ ഇവന്റെ കയ്യിന്ന് 2 എണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. രാവിലെ ലഞ്ചൊക്കെ കഴിഞ്ഞോ? ആളെ കണ്ടിട്ടോ? നമ്മളിവിടെ കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവും. വെരി നൈസ് പില്ലോ. നീ പിള്ളേരെ പറ്റി എന്താ ധരിച്ചത്? വ്യക്തമായ മേൽവിലാസവും അവകാശങ്ങളും ഇവർക്കുണ്ട്. ഒരാൾ അകത്ത് കിടന്ന് ഉറങ്ങുക, അതെങ്ങാനും കേട്ടാ നിന്റെ ദേഹത്തുനിന്ന് ചോര തെറിക്കും. അവക്ക് 2 വയസ്സാ, അറിയാതൊന്നും മാറിയ കണ്ടോ? ഇതാണ് ഉടമ്പടി പ്രമാണം. ലാഭമില്ലാത്തൊരു കച്ചവടത്തിനും ഈ സിദ്ധാർത്ഥം നിൽക്കില്ല. അനാഥരാണത്ര. വന്ന വണ്ടി കിട്ടില്ലെങ്കിൽ കിട്ടണ വണ്ടിക്ക് നാട്ടിപ്പോടാ. പോകാം, പക്ഷെ ഒരു അപേക്ഷയുണ്ട്. വഴിയരിയിൽ ഒരു അജ്ഞാത പ്രേതം കിടക്കണ കണ്ടാൽ മുഖം വെട്ടിച്ച് നടക്കരുത്. മൃതദേഹം പൊതുദർശനത്തിന് വെക്കരുത്. ആരും റീത്ത് സമർപ്പിക്കരുത്. പോലീസിനെ കൊണ്ട് ആകാശത്തേക്ക് വെടിവെപ്പിക്കരുത്. പാവം കാക്കകൾ മനസമാധാനത്തിൽ പറഞ്ഞോട്ടെ. കത്തിക്കുമ്പോ തീ ഉപയോഗിക്കരുത്. പിന്നെ വടിയിട്ട് കുത്തി അളക്കണ പരിപാടി വേണ്ട. ശവത്തിലായാലും മറ്റുള്ളൊരു കുത്തിവേദനിപ്പിക്കുന്ന കാണാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ കുചാല ഭക്തൻ മറ്റുള്ളവർക്ക് ഒരു ലഗേജ് ആവരുത്, പാരാവരുതെന്ന്. നീ എന്താ തലയിൽ വെച്ച് കൊണ്ടുവന്നേ? ആവില്ല. അവലെങ്കിൽ അവല് എടുത്തകത്ത് വെക്ക്. എന്നിട്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു ചാക്ക് വെച്ച് കിടത്തോ. ആ മക്കളെ, ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണമായി. ബാക്കി നമുക്ക് വെക്കാട്ടാ. ഇത് നിങ്ങളെ സ്കൂളിൽ തെറിയാണോ പഠിപ്പിക്കണേ? വെള്ളടിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുത്. എന്താടാ അത്? Just for change. ഓ, നിന്നെ ഒടുക്കത്താവാനായിട്ട്. മക്കളെ, നിങ്ങൾ പഠിച്ച് പരീക്ഷയിൽ തോൽക്കണം, അല്ലെ ജയിക്കരുത്. അരെ ഞാനല്ല ഇതൊക്കെ വെള്ളം പറയുന്നതാ. മക്കളെ, നിങ്ങൾ പഠിച്ചു വലുതായിട്ട് വേണം നമ്മളെ ഇറക്കി വിട്ട ആ വല്ലോന്റെ ബംഗ്ലാവ് തിരിച്ചു പിടിക്കാൻ. ഇപ്പൊ ബംഗ്ലാവ് ഇരിക്കുന്ന പൊസിഷന് എന്തൊരു കുറവ്. ഞാൻ തിരിച്ചു പിടിക്കാന്ന് പറഞ്ഞാ വലിച്ചേ. നീ പോടാ കള്ളോടിയാ. വലിച്ചോ? നിനക്കറിയില്ല, അവളുണ്ടല്ലോ, അവളെ ഞാൻ കണ്ടാ എന്റെ നെഞ്ചത്ത് കൂടെ അവള് ഉലാത്തണത്. എന്റെ തിരുപ്പതി ഭഗവാനെ, ഞാൻ കോടീശ്വരനാകുമ്പോ ഇവളെ എന്റെ വേലക്കാരി ആക്കുകയാണെങ്കിൽ നിനക്ക് ഈ തലകളിൽ ഏത് വേണേലും മൊട്ടയടിക്കാൻ എടുക്കാം. എന്റെ നീ ഈ മൊട്ടന് പിരിയാത്ത പിള്ളേരുടെ മൊട്ടയടിക്കാൻ നിന്റെ അച്ഛനാര് ബാർബറാ? ഇതാണ് കുടിച്ചേ പൊട്ടയാണ്. മാക്സിമം കയറട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? നീ ആണാണെങ്കിൽ ഇറങ്ങി വാടി കുരുത്തം കെട്ടവളെ. നീ എന്താണ് സിദ്ധാർത്ഥനെ പറ്റി തുടങ്ങിയില്ല നാശങ്ങള്. ഇവിടെ കുടില് വെച്ച് താമസിക്കുക ഇതുങ്ങളൊക്കെ ഏതാ? ഇവിടുത്തെ വലിയ യസ്മാൻ അയാളുടെ അപ്പൻ ഇഷ്ടദാനെ കൊടുത്ത സ്ഥലം അത്. നീ ആരാടി? ഉണ്ണിയാർച്ചയാ അതോ മാർക്കറ്റ് താച്ചറാ? അല്ലേ കൂതറ സാഹിബിന്റെ മോളോ? എടി ഒരുമ്പെട്ടോളെ, നിന്നെ ഇവിടെ ഓടിച്ചില്ലെങ്കിൽ കണ്ടാ വാലും മടക്കി ഞാനൊരു പട്ടി പോലെ ഇങ്ങനെ നടക്കൂടി. ഒരാഴ്ചക്ക് ഓടിക്കൂടി നിന്നെ. ഒരാഴ്ച കൂടി കൂട്ടി കൊടുക്കാനും എന്നെ കിട്ടില്ല. വൃത്തിയിട്ടവനെ പിള്ളേരുള്ള വീടാണത്. You shameless creature! Bloody bullshit! എന്റെ ബെഡ്ഷീറ്റാ ഞങ്ങളുടെ കയ്യിലുണ്ട്. ദേ എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. റാസ്കൽ, ഒരു ഇഡിയറ്റ് നീ കൂട്ടുപിടിച്ച. എന്റേത് വവ്വൽസാ. വവ്വാലോ? ഇംഗ്ലീഷിലെ വവ്വൽസാ. മതി, നീ കുറച്ച് റെസ്റ്റ് ചെയ്യ്. This phone is out of range. വേണ്ട. Hey, this not reachable. www.comedy. എന്താ തമ്പുരാനറിയാ? പോടാ പട്ടി, തെണ്ടി, ചെറ്റെ, നായിന്റെ മോനെ. എടാ, ഇവള് നമ്മളെക്കാളും തറയടാ. ചില്ലിന്റെ ബംഗ്ലാവല്ലേ പൊട്ടിയെ? അല്ല, ബംഗ്ലാവിന്റെ ചില്ലല്ലേ പൊട്ടിയെ? അപ്പൊ അവക്ക് ശത്രു നമ്മള് മാത്രല്ല. 5 രൂപ. തേങ്ങ തന്നെ അല്ലേ? അല്ല, മാങ്ങ. നന്നായിട്ട് കുലുങ്ങുന്നില്ലല്ലോ. ഗുജറാത്തിലോട്ട് ചെല്ല്, നല്ലോണം കുലുങ്ങും. 5 രൂപ കുറച്ച് കൂടുതലാ. 2 രൂപ പോരെ? വേഷം രാജാവിന്റെ, സ്വഭാവം പിച്ചക്കാരന്റെ. നീ അങ്ങോട്ട് കൊടുത്തേ. എന്തോരം തേങ്ങ ഇരിക്കണോ? ഒരെണ്ണം വെറുതെ തന്നൂടെ? ഇതെന്താ രാജാവ് സെല്ലട്ടോ? ഇത് 5 നോട്ടിന്റെ അവല. പിടിച്ചിരുന്നോ? സ്പീഡ് ചവിട്ടിഞ്ഞ
ഓണടിച്ചതാ. ഞാൻ തെറ്റിദ്ധരിച്ചു. ഇതെന്താ വഞ്ചോ തുഴഞ്ഞു പോവാൻ? ഇഷ്ടയിലേക്ക് ഇറങ്ങി നടന്നോ. എന്തു പറ്റി പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം? ഇന്നലത്തെ വിരട്ടല് ശരിക്കും ഏറ്റു. ഞാൻ ആരാണെന്ന് ഇപ്പൊ അവൾക്ക് മനസ്സിലായി കാണും. പാവാ, ഇനി പകയൊന്നും വേണ്ട, ഒന്ന് ക്ഷമിച്ചേക്ക്. ശ്രമിക്കാം. ഒഴുകൊന്നും വേണ്ട. അക്ബർ ചക്രവർത്തി ക്ഷമിച്ചിരിക്കുന്നു. ഒന്ന് മാറി നിൽക്കണോ? മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ലേ? ഇവിടെ ആരാ പ്രാർത്ഥിക്കാൻ? എടാ ഗണപതി ബാപ്പ മോളില. ഗൗരവം ഗൗരവം. മുഗൾ സാമ്രാജ്യത്തെ കിടിലം കൊള്ളിച്ച ഈ അക്ബർ ചക്രവർത്തിയെ ഇൻസൾട്ട് എന്തായാലും ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലോ. കൊല്ലിച്ചാലിവിടെ എന്തോ ആരൊരാള് മീശം കൊണ്ടുവരുന്നത്? എസ് ഐ തിമ്മയല്ലേ അത്? പള്ളക്ക് കെട്ടടാ. ഇപ്പൊ ആരാടോ താൻ? ഞാൻ മഹാനായ അക്ബർ ചക്രവർത്തി. അക്ബർ ചക്രവർത്തിക്ക് അങ്ങാടിയിൽ എന്ത് കാര്യം? പച്ചക്കറി വാങ്ങാൻ വന്നതാ. അല്ല, ഈ പെൺകുട്ടിയുടെ കഴുത്ത് വെട്ടാൻ. രാവിലെ മുതൽ ഞാൻ ഈ പെൺകുട്ടിയെ ഫോളോ ചെയ്യണം, നിന്നെ പിടികൂടാൻ. കുട്ടി വെക്കോളൂ, അക്ബറിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. വേഷം മാറി എന്നെ പറ്റിക്കാവുന്ന കരുതിയോ? ഞാൻ ഈ കുപ്പായ വിടാൻ തുടങ്ങിയിട്ട് വർഷം എത്ര എന്നറിയോ? 12 വർഷം. 12 years. അതാണ് ഇവിടെ ഒരു നാറ്റം. സാറിനതൊന്നും ഊരി കഴുകിക്കൂടെ? ഈ മീശ നോക്കി തമാശ പറയുന്നോടാ. പിടിച്ച് ഞാൻ പോലീസിൽ ചേർക്കും. ഒന്ന് കിട്ടിയാൽ എന്താ പോലീസ് ചേർക്കുമല്ലോ. ഇങ്ങനെ പോലീസ് ചേർക്കുന്നു പറഞ്ഞാ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ചാർത്തു നടത്താം. ഞാൻ കേട്ടു. ഇന്നലെ രാത്രി കുടിച്ച് ലക്കേട്ട് ആ കുട്ടിയുടെ ബംഗ്ലാവിന്റെ ചില്ലെറിഞ്ഞ് നടത്തല്ല. ഞങ്ങളല്ല. നിങ്ങളല്ലേ ഈ മീശ നോക്കി കള്ളം പറയുന്നോടാ റാസ്കൽ. അക്ബർ ചക്രവർത്തി ക്ഷമിക്കണേ. ആ ബംഗ്ലാവുമായി വളരെയധികം ആത്മബന്ധമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. അതുകൊണ്ട് ആ പെൺകുട്ടിയെ സംരക്ഷിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കുണ്ട്. 2 മണിക്കൂറിനകം ആ ഉടഞ്ഞ ചില്ല് നീ റിപ്പയർ ചെയ്ത് കൊടുക്കണം. സാർ എന്ന് പറഞ്ഞ് പൊട്ടിച്ചില്ല ഞാൻ എങ്ങനെ റിപ്പയർ ചെയ്ത് കൊടുക്കും? മിണ്ടരുത്. പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ നിന്റെ മുഖം ചളിക്കി പിളിക്കി ചിലക്കി നാക്കും. നീയും പോലീസ് ചരവരിക്കുന്നോ? എന്തിനാ എന്നെ തല്ലിയേ? ഇത് ഞാൻ അവൾക്ക് കൊടുക്കാൻ വെച്ചതാ. ആ രാക്ഷസി ചില്ല് പൊട്ടിച്ചിട്ട് അത് നമ്മുടെ തലയിലാക്കിയിരിക്കുക. ഇന്ന് രാത്രി ഞാൻ എന്ത് വില കൊടുത്തും അവളെ ആ ബംഗ്ലാവിന് തുരത്തിയിരിക്കും. ഇത് സത്യം. അയ്യോ ചോര. പാതിരാത്രി ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഓ, മൂത്രം ഒഴിക്കാൻ. അതിൽ തുടരുത്. ആരാ? നിന്റെ ബാപ്പ. അയാൾ വടിയെന്നാ തോന്നണേ. ഞാൻ പറഞ്ഞു പഠിപ്പിച്ചല്ലോ, ഓർമ്മയുണ്ടല്ലോ? പഠിച്ചത് ഓർമ്മയുണ്ട്. ഞാൻ എന്നെ 10ാം ക്ലാസ് പാസ്സായനെ. ഇങ്ങോട്ട് വാടാ. അമ്മ ഇതൊരു പച്ചില പാമ്പ്. പാമ്പല്ല, അത് ചേമ്പാ. ഞാൻ സമയം കുളിച്ചോളാം. ആ കുളിയല്ല, പ്രേതം. പ്രേതം എവിടെ? അവിടെ. ശബ്ദിക്കരുത്. വർഷങ്ങളായി ഞങ്ങൾ സ്വൈരവിഹാരം നടത്തുന്ന പ്രേതാലയമാണിത്. ഞങ്ങളുടെ ഭാർഗവി നിലയം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഐ വാണ്ട് ബ്ലഡ്. ഈ സാധനത്തിന്റെ രക്തം കുടിക്കേണ്ട സമയമായി. ഞാൻ ഈ വേലക്കാരിയുടെ രക്തം മൂറ്റി കൊടുക്കട്ടെ ഡ്രാക്കുള? വേണ്ട ഊളേട്ട, നമ്മൾ തറവാട്ടി പറഞ്ഞ പ്രേതങ്ങളാ. വെറും ഒരു വേലക്കാരിയുടെ രക്തം കുടിപ്പിച്ച് നമ്മുടെ കുഞ്ഞിനെ ഒരു സർവന്റ് ആക്കി മാറ്റരുത്. നമുക്ക് മുതലാളിച്ചിന്റെ രക്തം കുടിക്കാം. 1500 വർഷം പഴക്കമുള്ള ഡ്രാക്കുളയാണ് പറയുന്നത്. നാളെ തന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടോളണം. രക്തദാഹികളായ പ്രേതാത്മാക്കളുടെ കൽപ്പന ലംഘിച്ചാൽ എങ്കിൽ തൽക്കാലം ഞങ്ങൾ ഉപദ്രവിക്കാതെ പോകുന്നു. നാളെ നിങ്ങൾ പോയില്ലെങ്കിൽ നാളെ ഞങ്ങൾ സ്ട്രോയുമായി വന്ന് നിങ്ങളുടെ തലയിൽ ഓട്ടിയിട്ട് ഞങ്ങൾ ബ്രെയിൻ ജ്യൂസ് കുടിക്കും. നിങ്ങൾ പോണോ അല്ല ഞങ്ങൾ പോണോ? നമുക്ക് തിരിച്ച് പാലയിലേക്ക് പോകാം. ഞാൻ മൂവാറ്റ് വഴിക്കുള്ളൂ. 7 പാലയിലേക്ക് പോകാം.
നിന്നെ ഞാൻ എടുത്തോളാം. വേണ്ട, നീ ആ കുഞ്ഞിനെടുത്താ മതി. എല്ലാം പേടിച്ചു തൂറി. ഞാനിതുപോലെ ആരും പേടിപ്പിച്ചിട്ടില്ല. ഇനിയിട്ട് പേടിപ്പിക്കാൻ പറ്റില്ല. അത്ര പേടിപ്പിച്ചു. ഇത് എന്തായാലും മനുഷ്യജന്മം കൊണ്ട് നടക്കാത്ത ഈ കാര്യം പിശാചിന്റെ ഈ വേഷം കൊണ്ട് നടന്നു. നിനക്കതിന് സാധിച്ചു. ഈ ബംഗ്ലാവിൽ ഞാൻ ഇതിനു മുമ്പ് യക്ഷയെ കണ്ടിട്ടില്ല. നമ്മള് പ്രേതങ്ങളായി ചെന്നപ്പോ എണചേരാൻ വന്നതായിരിക്കോ? ഓടവിടുന്ന്. അയ്യോ, നീ കണ്ടത് കണ്ടു. ഞങ്ങൾ ഇതിനെ വിളിച്ച് കാണിക്കണേ. മതി, ഇനി പേടിപ്പിച്ച അവര് ചത്തുപോകും. സൂപ്പർ. ഓ, ആ പണ്ടാറക്കാലൻ എന്റെ വായിലെ തൊലി മുഴുവൻ കളഞ്ഞു. തിരുമിയതുകൊണ്ട് ഒഴിഞ്ഞതുകൊണ്ട് എന്റെ മനസ്സിനേറ്റ മുറിവ് മാറില്ല. ആ പണ്ടാറക്കാലിയുടെ ഗുണ്ടായുസം കളിക്ക് ദൈവം ശിക്ഷ നൽകണം. എന്റെ തിരുപ്പതി ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ആരാ ഒരു മുട്ട തരിക? അയ്യോ. സംസാരിക്കാറാവാത്ത നന്നായി. എന്റെ തിരുപ്പതി ഭഗവാനെ, അവൾക്കൊരു തിരിച്ചടി കിട്ടാൻ ദേ ഞാൻ ഈ ഇളം മുട്ട അവിടത്തേക്ക് നേർച്ചയായിട്ട് നൽകുന്നു. ശരി 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 ശരി. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. കിട്ടി, ശരിക്കും കിട്ടി. നിനക്കും കിട്ടിയാ? ഇതാ കിട്ടില്ലല്ലോ, ഇത് വേറെ കിട്ടില്ല. അയ്യോ, ചൂടുവെള്ളം. അതിരുന്നപ്പോ മനസ്സിലായില്ലേ? അറിഞ്ഞോ? ആ പൂജാരി തെറ്റിക്കരുതേ. ആ മൂദേവി പൂജ ബോധമില്ലാതെ ആശുപത്രി കിടക്കാം. നേരോ? ആ, നേരിട്ട് ചെന്ന് കണ്ടിട്ട് എന്നെ വരണേ. കൺഫേംഡ്. എന്റെ മുട്ടപ്രിയനായ തിരുപ്പതി ഏഴുമല വെങ്കടേശ, ഈ ഇളം മുട്ട നിനക്ക് അത്രയ്ക്ക് ഇഷ്ടായോ? നാവുകൊണ്ട് നേർന്നുള്ള അപ്പൊ തന്നെ ബലം കിട്ടി. ഇതെന്റെ ഗോഡി സോംപ്ലേറ്റാ, ദൈവത്തിന്റെ മുട്ട. ഓ, എന്തായാലും നമുക്കിത് ആഘോഷിക്കാം. സ്റ്റോപ്പ് മാടി. തിരുപ്പതി മുട്ട ഗോവിന്ദ, തിരുപ്പതി മുട്ട ഗോവിന്ദ, തിരുപ്പതി മുട്ട, തിരുപ്പതി മുട്ട ഗോവിന്ദ, തിരുപ്പതി മുട്ട ഗോവിന്ദ, തിരുപ്പതി മുട്ട ഗോവിന്ദ. എവിടെ? ഹായ്, തിരുപ്പതി മുട്ട ഗോവിന്ദ. ഈ കുട്ടിക്ക് വേണ്ടി നേർന്ന നേർച്ച മുട്ട ഏത്? ഒന്ന് നേരി കാണിക്കാൻ കൊണ്ടുവന്നതാ. മോളി കിടപ്പ് കണ്ട എന്തൊരു പാവ ബില്ലാന്തി. അമ്മ അമ്മുമ്മ, അശായി അമ്മ അമ്മുമ്മ അല്ലേ? നല്ല ബെസ്റ്റ് മോളാ. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ ഈ സൈസ് ഇല്ല. ഇവളെ വെറുതെ നടന്ന എന്നെ കാശ് കൊടുത്ത് തല്ലിച്ചവളാ. എല്ലാം ഡോക്ടർ പറഞ്ഞു. പാവ എന്റെ മോൻ. പാവാണെങ്കിൽ മോളെ വല്ല മറത്തി കൊണ്ട് ചേർക്ക്. ആദ്യം സിസ്റ്ററോ, പിന്നീട് മദർ ആയിക്കോളൂ. അല്ല, അവിടെ ഫാദേഴ്സ് എല്ലാം ഉണ്ടല്ലോ. സംസാരിച്ച സമയങ്ങളെ എന്റെ വാച്ചില്ല. ഞാനിന്നെ അറച്ചമുട്ട ഒന്ന് ഒഴിഞ്ഞെടുത്തോട്ടെ. മണ്ടോതിരി, മന്ദാകിനി. സോറി, ഞാൻ നിങ്ങളെ വിളിച്ചല്ലോ, മോളെ വിളിച്ചതാ. ദേഷ്യം കൊണ്ടാ. ഞാനൊരു നേർച്ചമുട്ട നേർന്നപ്പോഴേക്കും ദൈവം നിന്നെ വീഴ്ത്തി. ഇനി നീ ഇവിടുന്ന് എഴുന്നേക്കുമ്പോഴേക്കും ഞാൻ അടുത്ത മുട്ട നേരും. അതിലും നീ വീഴും. ഇതുപോലെ കിടക്കും. അവിടെ നിന്ന് എഴുന്നേക്കുമ്പോ ഞാൻ അടുത്ത മുട്ട നേരും. അതിലും നീ വീഴും. അവിടെ നിന്ന് സുഖമായിട്ട് അടിക്കുമ്പോ ഞാൻ ഇവന്റെ വേണ്ട. ഇത് എന്റെ അച്ഛന്റെ അമ്മ തട്ടിപ്പോവാൻ വേണ്ടി എന്റെ അമ്മ ഉടുമ്പിൽപേട്ടയ്ക്ക് നേർന്നേക്കണതാ. ആ മുട്ട പൊട്ടിപ്പൊട്ടറാ. എല്ലാം കഴിഞ്ഞ് അവസാനം എന്റെ ഒരു മൊട്ടടിയുണ്ടീ ബുൾസൈ പോലെ. അതോടുകൂടി നീ പൊട്ടാറടങ്ങി അമ്മേ വല്ലതുണ്ടായിരുന്നേ എന്ന് പറഞ്ഞ് കിടക്കൂടി വെള്ളപ്പിശാശേ.
ദേ കണ്ണു തുറക്കണ കണ്ട ബന്ധു കഴിഞ്ഞിട്ട് ചില കടകള് തുറക്കണ മാതിരിയാ. എന്താടി നോക്കണേ? നേർച്ച മൊട്ടയാ. കണ്ടോ? കണ്ണുമിഴിച്ചു കണ്ടോ? കണ്ടാ ബോധം വീണില്ല, അപ്പോഴേക്കും ചെറ്റാന്ന് വിളിച്ചു. ആ എന്താ ചേട്ടാ ഇത്? ചേട്ടനാ? ആര്? നല്ല ആളാ, കിടന്നോളൂ ഇപ്പൊ വരാന്നും പറഞ്ഞു പോയതാ. ആ ഡോക്ടർ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ, ഇതെന്റെ ഭർത്താവാ. ഇതെന്റെ മക്കളാ. ഈ കുരങ്ങനില്ല കേട്ടോ. എന്റെ മോള് ഓ എന്റെ പൊന്നുമോള് പേടിച്ചു പോയോ? അമ്മയ്ക്ക് ഒന്നുമില്ലടാ. കണ്ട അപ്പോഴേക്കും മുട്ട കണ്ടില്ലേ ഡോക്ടർ? ഇതാ സ്വഭാവം. എനിക്കൊന്ന് തല ഇറങ്ങിയാ മതി, അപ്പോഴേക്കും നേരും. പക്ഷെ സ്നേഹം കൊണ്ടാ. ബോധം പോണതിന് മുമ്പ് ചേട്ടനെ കൊണ്ട് ലോകനാർക്കാവിൽ ശയനപ്രദർശനം നടത്താൻ നേർന്നിട്ടുണ്ട്. ശയനപ്രദക്ഷിണ എന്നെ കിട്ടുന്നില്ല, നിന്റെ അച്ഛനെ കൊണ്ടേക്ക്. എന്താ ഏട്ടാ ഇത്? പിള്ളേരുടെ മുമ്പിലെ ചണങ്ങിനൊക്കെ പറയണേ. അച്ഛനെ കണ്ടല്ലേ കുട്ടികളും പഠിക്കുക. അച്ഛനാ? അമ്മ തുടക്കം മുതലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ വല്ല ക്ലിന്റൺ മൊണീക്ക. മനുഷ്യനോട് പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോൾ അവന്റെ ഒരു ഞൗണിക്ക. പൂജമോളെ എന്താ ഇതൊക്കെ? ആരാ ഇവരൊക്കെ? എന്തിനാ ഇവര് വീണ്ടും വന്നേ? മറ്റാരുമല്ല, എന്റെ ബന്ധുക്കളാ. മുട്ട നേർച്ച ഉൾട്ടയടിച്ചെന്ന് തോന്നണേ. ഡോക്ടർ എന്താ ഇതൊക്കെ? ഒക്കെ പറഞ്ഞുതരാം, വരൂ. വേണ്ട വേണ്ട, ഞാൻ പോവാ. ഇനി ഇവിടുന്ന പ്രശ്നം. മിസ്റ്റർ സിദ്ധാർത്ഥൻ, പ്ലീസ് കം. വേഗം കമ്മാൻ ചെല്ല്. എന്റെ കുട്ടികള് ധൃതിയില് വന്നോണ്ടൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. തേങ്ങ ആഹാ എന്ത് ചേർച്ചത്താലും തേങ്ങ ഒരു പോലെ. ഉപദ്രവിക്കോ? അയ്യോ അങ്ങനെ പറയല്ലേ, പാവ. ഞങ്ങൾ ഒരുപാട് ഇഷ്ടാ. ഇഷ്ടം വെച്ചാ എങ്ങനെ? എന്നെക്കാളും ഇഷ്ടാ? അത് ഇഷ്ടം പറഞ്ഞ അമ്മയില്ലേ, അതുപോലെയാ. വേഗം പൊയ്ക്കോ, അമ്മ ഉണ്ടാ ചീത്ത പറയും. ഫ്രഷ് പാലാ. ഉൾട്ടടിച്ചെന്നോ തോന്നണേ. എപ്പ നടന്നു? നിനക്ക് എത്ര മാസായി? നിന്റെ വയറ്റാട്ടി അവളുടെ വരോടാ ഞാൻ. ആ രാക്ഷസി ദോശയുടെ കൂടെ ചട്നിയാണെന്ന് പറഞ്ഞ് എനിക്ക് അരച്ചത് ചോരയും ചെയ്യാൻ മരുന്നടാ. ഒരു ബ്രഷ് കിട്ടുവോ? ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് മതിയോ? അവക്ക് തിരിച്ചറിവിടുന്നതിന് മുമ്പ് എന്നെ പെട്ടിയിലടക്കാവോ? അങ്ങനെ തന്നെ വേണടാ തിരുമണ്ട. എന്റെ ഭാഗ്യത്തിനാ അവള് തന്ന ദോശയും ചട്നി ഞാൻ കഴിക്കാൻ. ഞാൻ ഒരു ഗ്ലാസ് പാല് മാത്രം കുടിച്ചോളൂ. ചേട്ടാ പാൽപ്പൊടി കഴിഞ്ഞു കേട്ടോ. ആകെ ഉണ്ടായിരുന്ന രാമാനുജന് കലക്കി കൊടുത്തു. വൈകുന്നേരം വരുമ്പോ വാങ്ങിച്ചോണ്ട് വരണേ. നീ ഇതിന്നാണോ അവന് പാൽപ്പൊടി കലക്കി കൊടുത്തത്? അതെ. എടാ ഇത് വിമ്മാടാ. എടാ വിമ്മാടാ. എന്റെ അമ്മേ. ഓയ്യോ, മാറിക്കോ. അയ്യോ എന്താടാ? ഞാനൊരു തുണി കീറിയതാ. ഇത് സാധാരണ കീറലല്ല, തുന്നാൻ ടൈലർ വേണ്ടി വരും. എന്തെങ്കിലും നോക്കണേ. ഒക്കെ നേരിൽ കണ്ടു. എന്തൊക്കെയാണ് ചുറ്റിനെ വിളിക്കുന്നത്? ഭർത്താവ്, അച്ഛൻ. അകത്തുള്ളതിനേക്കാളും വലിയ വട്ടായോ നിനക്ക്? തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. അത് അവര് ഊതിയിട്ടായിരിക്കും. എന്റെ ഈശ്വരൻ, നിനക്കറിയോ, ശരീരം ചെയ്യാത്ത കുറ്റത്തിനാ എന്റെ പാവം മനസ്സിങ്ങനെ വേനിച്ചോണ്ടിരിക്കണേ. അതിന്റെ ഇടയിൽ നീയും കൂടി ഇങ്ങനെ ആരേത്? ആ ചട്നി നന്നായിരുന്നു കേട്ടോ. ആരാതെന്ന്? നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്ന പാട്ട് ടീച്ചറാ, ഗൗരിയല്ലേ? ആര് പഠിപ്പിച്ചിട്ടും പിള്ളേര് ചൊവ്വായിട്ടില്ല. പിള്ളേർക്ക് ഇന്ന് പോളിയോ കൊടുക്കേണ്ട ദിവസം മറന്നുപോയോ? പോളിയോ. ഓ അങ്ങനെ. എന്തിനെങ്ങനെ നിക്കുന്നേ? ഇവിടെ ആട്ടവും പാട്ടവും ഒന്നും വേണ്ട. പറയുന്ന കേൾക്കുന്നില്ലേ? ഇവിടെ പറഞ്ഞു കേട്ടില്ലേ? പോയിക്കൂടെ? ഇനി കൊടക് ഭാഷ തന്നെ പറയണോ? എന്നെ പേടിപ്പിച്ചു. നാണല്ലോ. ചുമ്മാല്ല, കണ്ട ആട്ടക്കാരികളൊക്കെ തലക്കറി നടക്കണ പിള്ളേര് മൂന്നായി. എന്നാലും വായി നോക്കി നടന്നോളും. ഇങ്ങനെ ഒരു വായി നോക്കിയ ഭർത്താവിനാണല്ലോ എനിക്ക് കിട്ടിയത്. വെടിക്കെട്ട് കഴിഞ്ഞു വരാ. ഇന്ന് ഇവിടെ ഞാൻ എന്തിനാ ഭഗവാൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ? ഒഴിയാബാധയായി എൻ്റെ ഒപ്പം കൂടി ആ പണ്ടാറം പിടിച്ച പെണ്ണിന് പെട്ടെന്ന് തിരിച്ചറിവ് കൊടുത്ത് എങ്ങനെയെങ്കിലും എൻ്റെ തലേന്ന് ഒഴിവാക്കി എനിക്ക് എൻ്റെ ഗൗരിയായിട്ടുള്ള ജീവിതം തിരിച്ചു തരണേ.
ഭഗവാനെ രക്ഷിക്കണേ. ഭഗവാനെ, ആ പൂജപ്പെണ്ണിന് ഒരിക്കലും തിരിച്ചറിവ് കിട്ടരുത്. അതിന് നീ എന്റെ ബോധം വേണമെങ്കിൽ എടുത്തോ. എന്റെ സതീർത്ഥനും ആ പൂജപ്പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നി ഒന്നായി തീരണേ. ഇല്ലെങ്കിൽ എന്റെ കാര്യം എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. പ്ലീസ് നിർത്ത്. ഇതിനൊരു കണക്കുണ്ട്. ഞാൻ കണക്കില് വീക്കാ. ഞങ്ങളവിടെ കല്ലുണ്ടാ വീക്ക്. വാ മക്കളെ, അമ്പാട്ടിയെ പ്രാർത്ഥിക്ക്. രാമാനുജ തേങ്ങ ഉടക്കടാ. ഭഗവാനെ പൊലിപ്പിക്കണേ. എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര. എന്താടാ പട്ടി നീ ഉടച്ചത്? അത് പടക്കക്കടയും തേങ്ങക്കടയും അടുത്തടുത്ത്. ഇനി ചിലപ്പോ അത് വാ മോളെ, നീ വല്ലാണ്ട് കരിഞ്ഞു. എന്നാലും ഭഗവതി, ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരുത്തില്ലേ ആണ്ടവാ. ഒരു സൈക്കിളല്ലേ പോയത്? കണ്ടിട്ട് കൊതിയാവാ. വല്ലപ്പോഴും പെട്രോൾ പമ്പ് കാണിക്കാൻ ഇതൊന്ന് പമ്പി കയറ്റി കൂടെ? എന്റെ വണ്ടിക്ക് അങ്ങനെയുള്ള അതിമോഹമൊന്നുമില്ല. നീ ഇങ്ങനെ ലൂണയും ചവിട്ടി മുനിവേഷം കെട്ടി ഒടുവിൽ ജമ്മം പാഴാവുന്ന എന്റെ സംശയം. 1-2 ദിവസമായി ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. ഒന്ന് വണ്ടി നിർത്തിയൻ. എന്തിനാ നിർത്തണ? കവച്ചാ പോരെ. ഇനി ഈ ബെൻസിന്നൊന്ന് ഇറങ്ങ്. എന്തിനാ? നിന്റെ ആഗ്രഹം പോലെ തന്നെ നിനക്ക് ചുളിയിൽ കോടീശ്വരനാവാനും എനിക്ക് ആ കോടീശ്വരന്റെ ആശ്രിതനാവാനും ദൈവം തന്നെ ഒരു അവസരം ഒരുക്കി തന്നിരിക്കുക. അത് നമ്മൾ മിസ് ചെയ്യരുത്. മനസ്സിലായില്ല? അതെ, അവൾ മനസ്സുകൊണ്ട് ഭർത്താവായി സ്വയം അവരോധിച്ചെങ്കിലും ഒന്നും നോക്കാതെ ആ സ്ഥാനം നീ ശരീരം കൊണ്ട് ഉപയോഗപ്പെടുത്തണം. എങ്ങനെ? അതെ, അവൾക്ക് തിരിച്ചറിവ് കിട്ടുന്നതിന് മുമ്പ് അത് സംഭവിച്ചാൽ പിന്നെ ഒരിക്കലും അവൾക്ക് നിന്നെ തള്ളി പറയാൻ പറ്റില്ല. പിന്നെ ആ ബംഗ്ലാവ് നിനക്ക് സ്വന്തം, ഞാൻ അതിന്റെ മാനേജർ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഇന്ന് രാത്രി ആ കുട്ടിയും അങ്ങുമായി സംഗമിക്കണം. സംഗമമോ? മനസ്സ് ചിത്തങ്ങി നോക്കണ്ടല്ല, എന്നെ നീട്ടൊന്നുമില്ല. എടാ സതീർത്യ, ഇവിടെ മുനിമാര് പോലും സംഗമിച്ചിട്ടുണ്ട്. വിശ്വാമിത്രനും മേനകയും പരാശരനും മത്സ്യഗന്ധിയും. എന്തിനേറെ ഈ ത്രിവേണി സംഗമം വരെ സംഗമിച്ചില്ലേ? അതിനിടയിൽ നിങ്ങളുടെ സംഗമം ഒരു സംഗമല്ല. അങ്ങനെ അവരെ പല ചായച്ച് സംഗമിക്കാനൊന്നും എന്നെ കിട്ടുന്നില്ല. ഞാൻ അത്രയ്ക്ക് വൃത്തിയായിട്ടൊന്നുമില്ല. ഓക്കെ ബഹളം വെക്കണ്ട. ഞാൻ ഒരു ത്യാഗം ചെയ്യാം. എന്ത് ത്യാഗം? ഞാനും ആ കുട്ടിയുമായി സംഗമിച്ചിട്ട് അതിലുണ്ടാവുന്ന ദിവ്യ ഉണ്ണികളുടെ ഫുൾ ക്രെഡിറ്റ് നിനക്ക് തന്നിരിക്കണു. എനിക്ക് വേറെ ഒന്നും വേണ്ട. പോരെ? അരുത് കാട്ടാളാ. എന്റെ വീട്ടിൽ മാത്രമല്ല, നിന്നെ കൊടകി ഏരിയ പോലും കണ്ടുപോരുത്. കാമാന്തക, കാമപ്രാന്ത, കാമരാക്ഷസ, കാമപിശാച, കാമരാജ യൂണിവേഴ്സിറ്റി അണ്ടകടാക. മാതാശ്രീയെയും ബഹൻശ്രീയെയും തിരിച്ചറിയാത്തവൻ ഇവന് അമ്പങ്ങളൊന്നും. വഴിയിൽ ഉപേക്ഷിച്ചിട്ട് വരാൻ എന്താ കരിമ്പൂച്ചയാ? മനുഷ്യനായി എത്ര ക്രൂരത പാടില്ല. ഇങ്ങോട്ട് വരട്ടെ, കഴിച്ചോളൂ കേട്ടോ. എന്താണെന്ന് അറിയില്ലേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. വെള്ളം കുടിച്ചോളൂ. ആരും ഓർക്കുന്നുണ്ടാവും, അതുകൊണ്ടാ. ഓർത്തത് വേറെ ആരുമല്ല, ഞാൻ തന്നെടാ തെണ്ടി. പിടിക്കേണ്ടടുത്ത് തന്നെ പിടിച്ച് നീ വീണ്ടും നുഴഞ്ഞു കേറിയല്ലേ? ഉരുട്ടി വിഴുങ്ങവൻ. ചേച്ചിയാ? ഞങ്ങളുടെ അവിടെ പെണ്ണുങ്ങളെ ചേച്ചിന്ന് വിളിക്കാം. ഈ പാവത്തിന് ഒരു മൃഗത്തെ പോലെ വഴി കൊണ്ട് തള്ളിയതും പോരാ, വീണ്ടും വന്ന ആളാവുക. പാവോ? ത്യാഗം ചെയ്യാൻ ഇറങ്ങി തിരിച്ച് ചെറ്റയുടെ പാച്ചയുടെ ചായണോ? മതി, മതിയായിട്ടില്ല. ഉപദ്രവിച്ചിടത്തോളം പോരെ. ആരായാലും ഈ വീട്ടിൽ ഞാൻ പറയണ കേട്ടാ മതി. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല അവന്. എന്നാ നീ എന്നെ ഫ്ലൈറ്റിൽ കയറ്റാ. അയ്യോ പണ്ടാറങ്ങടേ. ഇവനെ എന്റെ മുഖത്തൊക്കെ എന്താ പറഞ്ഞെന്നറിയോ? ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞു. രാമാനുജനത്ത് ആവശ്യപ്പെട്ടതിൽ എന്താ തെറ്റ്? ചേച്ചി എന്നെ പറ, ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു ആത്മസുഹൃത്ത് നിലയിൽ എനിക്ക് ഇതല്ലേ ചെയ്യാൻ പറ്റൂ? അതൊരു കുറ്റാണോ? ഒരു കുറ്റമില്ല. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നല്ലത് ഉപദേശിച്ച് ആർക്കും പിടിക്കില്ല. ഏതായാലും ഭക്ഷണം മുടക്കണ്ട, ധൈര്യമായിട്ട് കഴിച്ചോളൂ. ഓഹോ, അപ്പൊ ആ ഒരു ഉദ്ദേശത്തോടെയാണല്ലേ നീ ഇവനെ ഉരുട്ടുരുട്ടി തീറ്റണത്. കൂട്ടല്ലേ? ഭാര്യ ഭർത്താക്കന്മാരുടെ ശ്രേയസിനും ആയുസിനും വേണ്ടി ദേവി പ്രീതിക്ക് ഇവിടുത്തെ ആചാരപ്രകാരം ഒരു ഉമ്മത്താട്ട് ചടങ്ങുണ്ട്. അല്ല, ഉമ്മത്താട്ട് ചടങ്ങ്. അത് നടത്തണമെന്ന് രാമാനുജൻ പറഞ്ഞു. അതിലെന്താ അത്ര വലിയ തെറ്റ്? ഉമ്മത്താട്ടോ? സ്വന്തം ഭർത്താവ് എതിർത്തപ്പോ ഒരു ആത്മസുഹൃത്ത് എന്നുള്ള നിലയിൽ രാമാനുജൻ നടത്താന്ന് പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ.
ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ? ഏതായാലും ആ വഴിപാട് ഞാൻ നേർന്നു കഴിഞ്ഞു. ചേച്ചിയുടെ എല്ലാ വഴിപാടിനും ഞാൻ കൂട്ടുണ്ടാവും. അയ്യോ പായസം ഉണ്ട്, മറന്നുപോയി. പായസോ? നിനക്ക് പായസത്തിന്റെ പാഷണം കളിക്കി തരണോ പട്ടി? ദേഹത്തൊട്ട് കളിക്കരുത്. ഇപ്പൊ എന്റെ സ്പോൺസർ ചേച്ചിയാ, നീ വിവരം അറിയും. ചേച്ചി മീശ വെച്ച് നടന്നുണ്ടായില്ല. പുരുഷനായാൽ ആണത്തം വേണം. അകത്ത് സ്വർണ്ണ നിക്ഷേപം വെച്ച് പുറത്ത് പിച്ചെടുക്കുന്ന ഒരു ലോക മണ്ടന നീ. പക്ഷേ ഈ ശുക്രരാശിക്കാരൻ പിന്മാറില്ല. നിന്നിലൊരു കുഞ്ഞിക്കാല് കണ്ടിട്ടേ ഞാൻ പിന്മാറുള്ളൂ. അതിനുള്ള പാലം ഞാൻ പോണത് കഴിഞ്ഞുടാ. എന്റെ പഴനിമലാണ്ടവനെ മുരുക, ഇവന്റെ ആഗ്രഹം നടക്കാതെ പോയാൽ ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇവന്റെ തല മൊട്ടയടിച്ചേക്കാമേ. നീ അവിടെ പോയിട്ട് മൊട്ടയടിക്കണ്ടാ, ഞാൻ ഇവിടെ തന്നെ വെച്ച് അടിച്ചു തരാടാ. എന്നാ ഹരഹരോ ഹരഹര. ഇന്ന് കറുത്ത വാവ്, നാൽക്കാലികളും ഇരുകാലികളും കാമ പരവശരാവുന്ന ദിവസം. ശുഭലക്ഷണം. ഇനിയുണ്ടാ? നിനക്കിത് എവിടെ വെക്കാനാ? ഇതാരാ കുചേലൻ ചേട്ടൻ? ഇങ്ങനൊരു കൂടിക്കാഴ്ച ഞാനും ആഗ്രഹിച്ചതായിരുന്നു. ഇതെന്താ മുരിങ്ങക്കായ ഹോൾസെയിൽ വെച്ചിടുന്നു? അതെ, മുരിങ്ങക്കായ മുതൽ നായ്ക്കരണ പരിപ്പ് വരെയുള്ള സകല ഉത്തേജക മരുന്നുകളും ഈ സഞ്ചിലുണ്ട്. എന്തിനാ? അമാവാസ്യ തൊമാവാസ്യ ദർശ സൂര്യേന്ത് സംഗമ എന്ന് വെച്ചാ മനസ്സിലായില്ല അല്ലേ? ഇല്ല. അമാവാസ്യ തൊമാവാസ്യ ദർശ സൂര്യേന്ത് സംഗമ എന്ന് വെച്ചാൽ താമസിയാതെ കൊട്ടാരത്തിലെ പൂജക്കുഞ്ഞ് സിദ്ധാർത്ഥന്റെ കുടിലിൽ വെച്ച് ദിവ്യഗർഭം ധരിക്കും. സിദ്ധാർത്ഥൻ കോടീശ്വരനാവും. പിന്നെ ആ ബംഗ്ലാവിന്റെ സർവവും ഈ ഞാൻ രാമാനുജൻ. ഇതാര് സ്പോൺസർ ചെയ്തു? ഞാൻ തന്നെ. കണ്ടില്ലേ, അതിനുള്ള സകല ഒരുക്കങ്ങൾ ഇതൊക്കെ. മറന്നിട്ടില്ല, ധനുമാസത്തിൽ ആദ്യ ബുധനാഴ്ച ഒരു കുചേല ദിനത്തിന്റെ അന്ന് ഈ കുചേല ഭക്തനെ കുനിച്ചു നിർത്തി താൻ മുതുകിൽ തൊഴിച്ചത് ആ കുചേല ഭഗവാനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അതേ ബംഗ്ലാവിൽ താൻ തൊഴിച്ച അതേ മുതുകിൽ തന്നെ കൊണ്ട് ഞാൻ തിരുമ്പിക്കും. ഇത് സത്യം, സത്യം, സത്യം. ചേട്ടാ ഒന്നുപോലും ബാക്കി വെക്കരുതേ. തൊലി ബാക്കി വെച്ചോട്ടെ. ഓ, ചെറുപ്പം മുതൽ ചേട്ടന് മുരിങ്ങയ്ക്ക ഇഷ്ടാണെന്ന് രാമാനുജൻ പറഞ്ഞു. പാട്ടി, അതുകൊണ്ടാ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇത് മുഴുവൻ ഉണ്ടാക്കിയത്. കഴിക്കേട്ടാ. എന്തിനാ വാക്കത്തി വെച്ച് പറയണേ? സ്നേഹം കൂടിയിട്ടാ, ഇല്ലെങ്കിൽ ഏട്ടൻ കഴിക്കില്ല. എത്ര ഇടി വെട്ടണു, അതിലൊരെണ്ണം തരില്ല. ഇടിവെട്ട് കഴിച്ച കരിഞ്ഞു പോകും. ഓടവന്നീ. എലിപ്പനി, ഡെങ്കമ്പനി, ജപ്പാൻ ജ്വരം, അങ്ങനെ എന്തൊക്കെ വ്യാധികൾ വന്ന് നാട്ടിൽ ഓരോരുത്തർ ചത്ത് പണ്ടാറടങ്ങണ്. അതിലൊന്നും പെടാതെ എന്റെ കാലിനായിട്ട് നിന്നെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ല. കേട്ടോ ചേച്ചി, ഞാനൊരു നല്ല കാര്യം ചെയ്തപ്പോ ഇവൻ എന്റെ മെക്കെട്ട് കയറാ. ചെറുപ്പത്തിൽ ഇപ്പൊ മുരിങ്ങക്കായ എവിടെ കണ്ടാലും മോഷ്ടിക്കും. അത്രക്ക് ഇഷ്ടായിരുന്നു. അന്നിപ്പോ മുരിങ്ങക്കോല് പോലെ ഇരുന്നേ, ഇന്നിപ്പോ മുരിങ്ങക്കോലിന് കൈയും കാലും വെച്ചതുപോലെ ഉണ്ട്. കാമദേവന്റെ കാരുണ്യം. എന്താ പറഞ്ഞ? ഞാൻ എന്നോടൊരു കാര്യം പറഞ്ഞതാ. ഒരു പോലീസ് വണ്ടിയുടെ ശബ്ദമാണോ കേട്ടത്? എന്താ സാർ പെട്ടെന്ന്? പെട്ടെന്ന് വന്നത് ഉദ്ദേശിച്ച കാര്യത്തിന് തടസ്സമായ? അങ്ങനെയൊന്നുമില്ല. ഏമ്പക്കത്തിന് എന്താ ഒരു കാളക്കൂറ്റന്റെ അലർച്ച? എനിക്കറിയില്ല സാർ. അതിപ്പോ വാവ് ദിവസം ആയതുകൊണ്ടായിരിക്കും. തന്റെ മുഖത്തുണ്ടാ ഒരു കള്ള ലക്ഷണം? ഞാനിപ്പോ വളരെ ഡീസന്റ്. ഡീസന്റ് നല്ല ആളാ, പക്ഷേ മുഖത്തത് കാണുന്നില്ല. അയ്യോ സാർ, അവൻ ഇപ്പൊ തന്നെ മോഹം കഴിയുള്ളൂ, ഒലിച്ചു പോയിണ്ടാവും. ഇയാളാരാ? ഞാനാ. എന്താ തന്റെ പേര്? രാമാനുജൻ. രാമന്റെ ഏതനുജൻ? ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, നകുലൻ, സഹദേവൻ, ഇതിലേതാ താൻ? ഇതിലൊന്നും പെടാത്തൊരു അനുജനാ. ദശരഥന് ഞാൻ അറിയാത്ത ഒരു ജാരസന്തതിയോ? സാറിന് മീശന്റെ എങ്ങനെ ഇരിക്കണേ? മീശ ജിമ്മിന് പോണ്ടോ? പിന്നെ എങ്ങനെയിരിക്കണ റാസ്കൽ? പേരിൽ തന്നെ തരികട, ഇപ്പൊ പ്രവൃത്തിയിലും പോലീസുകാരെ കളിയാക്കുന്നോടാ. എനിക്ക് വീട് സെർച്ച് ചെയ്യണം. വീട് മക്കളെ. അവിടെ ഒന്നുമില്ല സാർ. സാർ സംശയിക്കരുത്. ഇതെന്താ മുരിങ്ങയ്ക്ക ഫെസ്റ്റിവല്ലോ? പൊങ്ങല. തമിഴ്നാട്ടിലൊരു വിശേഷ നേർച്ച. പൊങ്കൽ നേർച്ച. ഇവൻ നേർന്നു, ഞാൻ തിന്നു. എനിക്ക് അത്ര അറിയുള്ളൂ സാർ. ഞാൻ നിരപരാധിയാണ് സാർ. നീ മിണ്ടരുത്. നിങ്ങളുടെ എല്ലാ പ്ലാനിങ്ങും എനിക്ക് മനസ്സിലായി. പാൽ ചട്ടിക്ക് പൂച്ചയെ കാവൽ നിർത്തിയ നീ ഇങ്ങോട്ട് വേടാ. കാമദേവാ, ആ തീൻമേശ അവന്റെ കൈമ വിലങ്ങ് വെക്കരുത്. ഇപ്പോ ഈ നിമിഷം നീ അവളെ വിളിച്ചോണ്ട ബംഗ്ലാവിലോട്ട് താമസം മാറണം. ബംഗ്ലാവിലേക്കോ? പെട്ടെന്നിങ്ങനെ വേലി തന്നെ വിളവ് തിന്നുന്ന കാലമാ.
അവളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് നിന്നെ ഏർപ്പാടാക്കിയത്. ഇപ്പൊ നിന്നെ നിരീക്ഷിക്കേണ്ട ഗതികേടാണ് എനിക്ക് വന്നിരിക്കുന്നത്. അവിടെ ആവുമ്പം ആ അമ്മമാരുടെ ഒരു നോട്ടം നിന്നിൽ എപ്പോഴും ഉണ്ടാവും. ഗുഡ് മോർണിംഗ് ബോസ്. വെൽക്കം കോടീശ്വരൻ. ഇല്ല, ഇനി മലയാള മാസം 1-ാം തീയതിയിലെ കോടീശ്വരനാവാൻ ഞാൻ വരില്ല. അതാണ് ഈ കുഴപ്പങ്ങൾക്ക് മുഴുവൻ കാരണം. ഇനി മുതൽ ഞങ്ങളുടെ കൊട്ടാരം ആ കുടില നിറഞ്ഞ മനസ്സോടെ ഞങ്ങൾ അവിടെ കഴിഞ്ഞോളാം. എല്ലാ വെടിയും തീർന്നില്ലേ? എന്നെന്തിനു തല്ലിയ? തന്റെ മുഖം കാണുമ്പോൾ എനിക്ക് കൈതരിക്കും. തനിക്കൊരു വാറണ്ടോ? വാറന്റോ? സാർ, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഫാമിലിയോടെ മര്യാദക്കാരനായിട്ട് കുടിലിൽ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കും. തന്നെ കുടിലിൽ താമസിക്കാൻ ഞാൻ അനുവദിക്കില്ല. വാറണ്ട്. ആരുടെ വാറണ്ടാണ് ഈശ്വര? എന്നെന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഒരു ജന്മം മുഴുവൻ ഓർക്കാൻ ഒരു പിടി നല്ല ഓർമ്മകൾ നൽകിയ നിങ്ങൾക്ക് ഞാൻ തരുന്ന സമ്മാനം. വിശ്വസിക്കാം, ഈ ബംഗ്ലാവ് പൂജ നിങ്ങൾക്ക് ഇഷ്ടദാനമായി നൽകിയിരിക്കുന്നു. കേറിക്കൊള്ളൂ. പ്ലീസ്.